തലേ പറഞ്ഞ എന്താണ്? ഇൻഫർമേഷൻ കിട്ടിയാലും പരാതി ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്താം. Any officer in charge of a police station may, without the order of a magistrate, investigate any cognizable case which court have in jurisdiction over the local area within the limit of such station, have power to inquire and try the provisions of chapter 14. ചാപ്റ്റർ 14 പ്രകാരം ആരാണോ അത് ട്രയൽ നടത്തേണ്ടത് ആ അദ്ദേഹത്തിന്റെ ചുമതലപ്പെടുത്തി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ആദ്യം പോലെ പറഞ്ഞുതരാം. പോയോ? എനി പോലീസ് ഓഫീസർ in charge of a police station may, without the order of a magistrate, investigate any case which the court have in jurisdiction over the local area within the limit of such station, would have power to inquire or try under the provisions of chapter 14. ചാപ്റ്റർ 14 അടിസ്ഥാനത്തിൽ ട്രയൽ ചെയ്യുകയോ എൻക്വയറി ചെയ്യുകയോ ചെയ്യാൻ ഏത് കോടതിക്കാണോ അധികാരമുള്ളത് ആ കോടതിയുടെ ലിമിറ്റിലുള്ള പോലീസ് സ്റ്റേഷന്റെ ഈ കേസ് കോഗ്നിസബിൾ കേസ് എൻക്വയറി ചെയ്യാനുള്ള എന്തുണ്ട്? പവർ ഉണ്ട്. പോയോ? അയാൾ പോയല്ലോ, അവിടെ നിൽക്കട്ടെ. Provide that considering നോക്ക് മോനെ, പറഞ്ഞ മനസ്സിലായോ? കുഴപ്പമില്ല, ഇവിടെ ശ്രദ്ധിക്കും. ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും കോൺഗ്നിസബിൾ കേസിൽ നടപടിയെടുക്കാനും കഴിയും. എങ്ങനെ? ഏത് ലോക്കൽ ഏരിയയിലാണോ സംഭവം നടന്നത് അതിന്റെ ജൂറിസ്ഡിക്ഷനുള്ള കോടതിയുടെ പവർ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ പ്രൊവിഷനിലെ എന്തോന്നാ 14 ചാപ്റ്റർ 14 പ്രകാരം എൻക്വയറിയും ട്രയലും നടത്താൻ ഏത് കോടതിക്കാണോ അധികാരമുള്ളത് ആ കോടതിയുടെ ലിമിറ്റിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നാൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റിഗേഷൻ നടത്താം. എൻക്വയറി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എൻക്വയറിയുടെ അർത്ഥം എന്താ? ആര് നടത്തുന്ന അന്വേഷണം? അതെ, കോടതി നടത്തുന്ന അന്വേഷണത്തിനെയാണ് എന്ത് പറയുന്നത്? എൻക്വയറി എന്ന് പറയുന്നത്. അതെ, ഏത് കേസിലാണെങ്കിൽ കോഗ്നിസബിൾ കേസിന് മജിസ്ട്രേറ്റിന്റെ അനുവാദം വാങ്ങണ്ട. അറസ്റ്റ് ചെയ്താൽ അവിടെ കൊണ്ടുപോകും. Provided that considering the nature and gravity of the offences, the superintendent of police may either himself investigate or enquire the deputy superintendent of police to investigate the offense. അപ്പോൾ ഗ്രാവിറ്റി കൂടിയ ഒഫൻസ് ആണെങ്കിൽ ഡിവൈഎസ്പിയെ വിളിച്ചു വരുത്തിയിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അന്വേഷണ ചുമതല കൈമാറാവുന്നതാണ്. ഒഫൻസിന്റെ ഗ്രാവിറ്റി. അപ്പോൾ നിലവിൽ സർക്കിൾ ഇൻസ്പെക്ടറിലേക്ക് എസ് ഐയിലേക്ക് മാത്രമേ ഡയറക്റ്റ് സെലക്ഷൻ ഉള്ളൂ. എസ് ഐ മൂത്താണ് സർക്കിൾ ആവുന്നത്, സർക്കിൾ മൂത്താണ് ഡിവൈഎസ്പി ആവുന്നത്, അല്ലേ? അപ്പൊ ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം? സർക്കിളിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാവുന്നതാണ്. ഇപ്പൊ 2 നോക്കൂ. നോ പ്രൊസീഡിംഗ് ഓഫ് എ പോലീസ് ഓഫീസർ ഇൻ സച്ച് കേസസ് ഷാൽ അറ്റ് എനി സ്റ്റേജ് ബി കോൾഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ദ കേസ് വാസ് ഇൻ വിച്ച് ദ ഓഫീസർ വാസ് നോട്ട് എംപവേർഡ് അണ്ടർ ദ സെക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഒരു പോലീസ് ഓഫീസറെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അധികാരമില്ലല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. നോ പ്രൊസീഡിംഗ്സ് ഓഫ് എ പോലീസ് ഓഫീസർ ഇൻ എനി സച്ച് കേസ് ഷാൽ അറ്റ് എനി സ്റ്റേജ് ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ കേസ് വാസ് ഓൺ വിച്ച് സച്ച് ഓഫീസർ വാസ് നോട്ട് എംപവേർഡ് അണ്ടർ ദി സെക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഒരു ടീം ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷനൊക്കെ ടീം ഉണ്ടാവുന്ന എപ്പോഴാണ്? ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ ടെക്നിക്കൽ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ എക്സ്പേർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വേണ്ടുമ്പോഴാണ് ടീം ഉണ്ടാക്കുന്നത്.
അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് ആര് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും അവരെ ആരെയും ചോദ്യം ചെയ്യുകയോ തടയുകയോ ചെയ്യേണ്ട കാര്യം